Hey, hello, welcome back to yet another video of Wisdom and Wonders. So, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോകെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസിലെ അടുത്ത ടോപ്പിക്സായ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയറും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മൂവിങ് ഓൺ ടു അവർ വീഡിയോ, ഫസ്റ്റ് ടോപ്പിക് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. What is electrode potential? The tendency of an electrode to lose or gain electrons when it is in contact with its own ionic solution is called electrode potential. അതായത് ഈ ഒരു ഇലക്ട്രോഡ് എക്സാമ്പിൾ എടുക്കുകയാണ് സിങ്ക് ഇലക്ട്രോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ അതിൻ്റെ തന്നെ അയോണിക് സൊല്യൂഷനിൽ ഇമേഴ്സ് ആയിരിക്കുന്ന ടൈമിൽ ആ ഇലക്ട്രോഡിന് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാനും ലൂസ് ചെയ്യാനും ഉള്ള ടെൻഡൻസി ഉണ്ട്. ആ ഒരു ടെൻഡൻസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ദ ടെൻഡൻസി ഓഫ് ദി ഇലക്ട്രോഡ് ഈസ് ടു ലോസ് ഇലക്ട്രോൺസ്, നമ്മൾ അതിനെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. Oxidation means loss of electrons. And if the tendency of the electrode is to gain electrons, then it is called reduction potential. So, oxidation potential എന്താ, reduction potential എന്താ, electrode potential എന്താന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഹെൽംഹോൾട്ട്സ് ഡബിൾ ലെയർ ഫോർമേഷൻ ആണ്. ആ ഫോർമേഷനിൽ ജസ്റ്റ് ഞാനത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് പറയുന്നതാണ്. അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്, ഒരു മെറ്റൽ ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിൽ ഇമേഴ്സ് ആയിരിക്കുന്ന ടൈമിൽ രണ്ട് റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. ആ ഒരു ഇലക്ട്രോഡിന് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ റിഡക്ഷനാണ് നടക്കുന്നത്. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ആ അതേ ഇലക്ട്രോഡിന് തന്നെ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ഓക്സിഡേഷനാണ് നടക്കുന്നത്. ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി, വെൻ ഇലക്ട്രോൺസ് ഇസ് ലോസ്ഡ്, the process is called oxidation, and when the electrons are gained, the process is called reduction. അങ്ങനെ രണ്ട് റിയാക്ഷനാണ്, ഓക്സിഡേഷനും റിഡക്ഷനും ആണ് അവിടെ നടക്കുന്നത്. ഒരു മെറ്റൽ ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിൽ ഇമേഴ്സ് ആയിരിക്കുന്ന ടൈമിൽ നടക്കുന്ന രണ്ട് റിയാക്ഷൻസ് ആണ് ഓക്സിഡേഷനും റിഡക്ഷനും. ഓക്സിഡേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഓക്സിഡേഷൻ മീൻസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്. M gives Mn plus N ഇലക്ട്രോൺസ്. അതാണ് ആ റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. അതായത് some of the metal ions moves into the solution and the leaving behind the electrons. ഇലക്ട്രോൺസിനെ ഇലക്ട്രോഡിൽ നിലനിർത്തിക്കൊണ്ട് മെറ്റൽ അയോൺസ് സോൾട്ട് സൊല്യൂഷനിലേക്ക് പോവാണ്. ഈ ഡയഗ്രത്തിന് ഒന്നാമത്തെ ഫിഗറിൽ കാണിക്കുന്നുണ്ട്. Mn+ എന്ന് പറയുന്ന മെറ്റൽ അയോൺസ് സോൾട്ട് സൊല്യൂഷനിലേക്കും ആൻഡ് ഇലക്ട്രോൺസിനെ ഇലക്ട്രോഡിലും നിർത്തിയേക്കുവാണ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ടേക്സ് പ്ലേസ് ഇൻ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ടൈമിൽ നടക്കുന്ന പ്രോസസ്സാണത്. അപ്പോൾ ഈ ഇലക്ട്രോഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറും, കാരണം ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രോഡിലുള്ളത്. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് സൊല്യൂഷൻ ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ്, കാരണം എക്സസ് ആയിട്ടുള്ള മെറ്റൽ അയോൺസ് ഉള്ളതുകൊണ്ട് അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറും. ആൻഡ് ദിസ് ചാർജ് സെപ്പറേഷൻ പ്രൊഡ്യൂസസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും തമ്മിലുള്ള ചാർജ് സെപ്പറേഷൻ ആണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ an equilibrium is reached. No more metal ions are dissolved into the solution and no more electrons are retained on the electrode. Your equilibrium reach avana, and equilibrium is reached in the vicinity of electrode. Apol a positively charged and a negatively charged remains close to each other. Equilibrium reach on the time negatively charged aitla positively charged aitla ions come close to each other and they forms a double layer. ഒരു parallelly arranged ആവുകയാണ്. Due to electrostatic force of attraction, equilibrium is reached, and equilibrium reach ചെയ്യുന്ന ടൈമിൽ no more electrons are retained and no more metal ions are dissolved into the solution. അപ്പോൾ ഒരു ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മെറ്റൽ അയോൺസ് തമ്മിലും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് തമ്മിലും പാരലലി അറേഞ്ച്ഡ് ആവുകയാണ് അവർ. ആൻഡ് they are forming a double layer, and this double layer is known as Helmholtz double layer. And the difference between the potentials of positive and negative centers is called single electrode potential. അടുത്ത പ്രോസസ് ആണ് റിഡക്ഷൻ, അല്ലെങ്കിൽ അടുത്ത നടക്കുന്ന റിയാക്ഷൻ ആണ് റിഡക്ഷൻ. സോ റിഡക്ഷനിലും സെയിം തിങ് ഹാപ്പൻസ്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് റിഡക്ഷനിൽ നടക്കുന്നത്. The metal ions gets retained on the electrode and the electrons gets dissolved into the solution. Solution like electrons നീങ്ങുകയും
ഇലക്ട്രോഡിൽ മെറ്റൽ അയോൺസ് റീറ്റെയിൻ ചെയ്ത് നിൽക്കുകയും ചെയ്യുന്ന കേസാണ് റിഡക്ഷൻ, ബിക്കോസ് ഇറ്റ്സ് ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ആൻഡ് നൗ electrode gets positively charged because metal ions ഉള്ളതുകൊണ്ട് electrons positively charged ആയി മാറുകയും solutions negatively charged ആയി മാറുകയും ചെയ്യും. The same thing what happened in the oxidation takes place here. ഇത് തമ്മിൽ due to electrostatic force of attraction, the positively charged and negatively charged gets remain close to each other, forming a double layer, and that is known as Helmholtz electrical double layer in case of a reduction. And the difference between the potentials of the positive and negative centers is known as single electrode potential. ഇതാണ് ഹെൽംഹോൾട്ട്സ് ഡബിൾ ലെയർ ഫോർമേഷൻ, എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നതിനുള്ള എക്സ്പ്ലനേഷൻ. സോ ഇതിനകത്ത് സെൻറ്റൻസ് കൊടുത്തേക്കാം. ഇൻ ദ ഫസ്റ്റ് കേസ് സം മെറ്റൽ അയോൺസ് എൻ്റർ ഇൻ ടു ദ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ലീവിംഗ് ബിഹൈൻഡ് ദ ഇലക്ട്രോൺസ് ഓൺ ദ ഇലക്ട്രോഡ്. അത് ഫസ്റ്റ് കേസ് എന്ന് ഇവിടെ പറയുന്നത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ ടൈമിൽ മെറ്റൽ അയോൺസ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിലേക്ക് പോകുന്നു ആൻഡ് ഇലക്ട്രോൺസ് ഗെറ്റ്സ് റിറ്റെയിൻ ഓൺ ദ ഇലക്ട്രോഡ്. ആൻഡ് അതിൻ്റെ ഭാഗമായി ഇലക്ട്രോഡ് ഗെറ്റ്സ് നെഗറ്റീവ്ലി ചാർജ് ആൻഡ് സൊല്യൂഷൻ ഗെറ്റ്സ് പോസിറ്റീവ്ലി ചാർജ് ഡ്യൂ ടു എക്സസ് ഓഫ് പോസിറ്റീവ് മെറ്റൽ അയോൺസ്. ആൻഡ് ദ സെക്കൻഡ് കേസ് ഇവിടെ പറയുന്നത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ ഈസ് പോസിറ്റീവ് മെറ്റാലിക് അയോൺസ് ഫ്രം ദി സൊല്യൂഷൻ ടേക്ക് ഇലക്ട്രോൺസ് ഫ്രം ദി ഇലക്ട്രോഡ്. ഈ സൊല്യൂഷനിലുള്ള ഇപ്പോൾ സിങ്ക് എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ സിങ്ക് ഇലക്ട്രോഡും സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനാണ്. ഇസനും 2+ എന്ന് പറയുന്ന മെറ്റൽ അയോൺസ് സൊല്യൂഷനിലുണ്ട്. സോ ദേ അട്രാക്ട്സ് ദി ഇലക്ട്രോൺസ് ഫ്രം ദി ഇലക്ട്രോഡ് ആൻഡ് ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ് ആൻഡ് ഇലക്ട്രോൺസ് സൊല്യൂഷനിലേക്ക് പോവുകയും and the metal gets deposited on the electrode. Now the electrode gets a positive charge and the solution gets a negative charge due to the deficiency of positive metal ions. അതാണ് അവിടെ നടക്കുന്നത് റിഡക്ഷൻ്റെ കേസിൽ. ആൻഡ് ആൻ ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ് ഇൻ ദ വിസിനിറ്റി ഓഫ് ദി ഇലക്ട്രോഡ് ഡ്യൂ ടു ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഫർദർ ട്രാൻസ്ഫർ ഓഫ് മെറ്റൽ അയോൺസ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ്, നമ്മൾ പറഞ്ഞു. ആൻഡ് ദസ് ദ പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് റിമെയിൻ ക്ലോസ് ടു ദ മെറ്റൽ സർഫസ് ഫോമിങ് എ ഡബിൾ ലെയർ. ദസ് ഒരു ഡബിൾ ലെയർ ഫോം ചെയ്യുന്ന ആ ഡബിൾ ലെയറിനെ വിളിക്കുന്നവരാണ് ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ആൻഡ് ആസ് എ റിസൾട്ട് ദ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ഇസ് സെറ്റ് അപ്പ് ബിറ്റ്വീൻ ദ മെറ്റൽ ആൻഡ് ദ സൊല്യൂഷൻ. കാരണം നെഗറ്റീവ്ലി ചാർജിനും പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് പൊട്ടൻഷ്യൽ ഇസ് നോൺ ആസ് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. I think you have got that. What is Helmholtz double layer അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്താണെന്ന് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. ആൻഡ് നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പിക്കിലേക്കാണ് ഈ സെൻറ്റൻസ് പോകുന്നത്. The tendency of an electrode to gain or lose electrons when it is in contact with its own solution is termed as electrode potential. The tendency of the electrode to lose electron നമ്മൾ പറഞ്ഞു oxidation potential, and the electrode gain ചെയ്യാനാണ് ടെൻഡൻസി എങ്കിൽ and it's known as reduction potential. So this potential difference becomes constant at equilibrium, and this constant potential difference developed when a metal is in contact with its own salt solution of concentration 1 molar at 25 degrees Celsius is called standard electrode potential of the metal. So what is standard electrode potential of a metal? ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു മെറ്റൽ അതിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിൽ ഇമേഴ്സ് ആയിരിക്കുന്ന ടൈമിൽ ഈ സോൾട്ട് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ പെർട്ടിക്കുലർ ആയിട്ട് പറയുന്നുണ്ട്. 1 മോളാർ കോൺസെൻട്രേഷൻ ഉള്ള സോൾട്ട് സൊല്യൂഷനിൽ ഒരു മെറ്റൽ 25 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുമ്പോൾ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദാറ്റ് മെറ്റൽ നമ്മൾ പറയുന്നത്. And it is impossible to experimentally determine the potential of a single electron. Only the difference in potentials between the two electrons can be measured. ഒരു സിംഗിൾ ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ 2 ഇലക്ട്രോണിൻ്റെ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് അപ്പം നമുക്ക് ഒരു ഇലക്ട്രോണിനെ ഫിക്സ് ചെയ്തുകൊണ്ട് മറ്റേ ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ 0 ആക്കി ഫിക്സ് ചെയ്തുകൊണ്ട് മറ്റേ ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ പൊട്ടൻഷ്യൽ ഫിക്സ് ചെയ്തേക്കുന്ന 0 ആക്കി ഫിക്സ് ചെയ്തേക്കുന്ന ഒരു ഇലക്ട്രോഡാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് പ്രൈമറി റെഫറൻസ് ഇലക്ട്രോൺ, ബിക്കോസ് അതൊരു പ്രൈമറി റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു ഇലക്ട്രോഡിൻ്റെ ഒരു അൺനോൺ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. And that is therefore it is known as primary. Standard hydrogen electrode is known as primary reference electrode. So അടുത്ത ടോപ്പിക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഓർ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്. SHE is an example of gas electrode. It consists of inert platinum electrode dipped in HCl solution which is in contact with H2 gas at 1 atmospheric pressure at 298 Kelvin. സോ അതിൻ്റെ ഡയഗ്രാം അടുത്ത സ്ലൈഡിലാണ് കൊടുത്തേക്കുന്നത്. ഒരു ബീക്കറിൽ HCl സൊല്യൂഷൻ അല്ലെങ്കിൽ ആസിഡിക് സൊല്യൂഷൻ 1 മോളാർ അസിഡിക് സൊല്യൂഷൻ
molarity concentration പറയുന്നുണ്ട്. 1 molar acidic solution at 298 Kelvinൽ platinum electrode is dipped into this acidic solution. Example ആയിട്ട് HCl ആണ് എടുത്തേക്കുന്നത്. and hydrogen gas is formed into it. 1 atmospheric ഉള്ള hydrogen gas ആണ് കൊടുക്കുന്നത്. is in contact with this HCl solution. അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. And SHE is taken as a standard reference electrode and the potential of which is taken as 0. നേരത്തെ നമ്മൾ പറഞ്ഞു, ബിക്കോസ് നമ്മൾ ഒരു ഫിക്സ് ചെയ്തിട്ട് മറ്റേ അൺനോൺ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ടാണ് SHE യൂസ് ചെയ്യുന്നത്. ദിസ് ഇലക്ട്രോഡ് ക്യാൻ ബി റെപ്രസെൻറ്റേഷൻ ആണ് പ്ലാറ്റിനം ബൈ H2, ഗ്യാസ് at 1 atmosphere by H+, aqueous H+ means any acidic solution and in 1 molar concentration. And SHE is a reversible electrode which can act as a cathode or anode depending on the potential of the electrode to which it is coupled. നമുക്ക് SHEനെ ആനോഡും കാഥോഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഇസ് എ റിവേഴ്സിബിൾ ഇലക്ട്രോഡ് ടു. നമ്മൾ ഏത് ഇലക്ട്രോഡുമായിട്ടാണോ കപ്പിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അൺനോൺ ഇലക്ട്രോഡ് ഏതാണോ എടുക്കുന്നത്, ആ ഇലക്ട്രോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാഥോഡും ആനോഡും ആണോ എന്ന് തീരുമാനിക്കുന്നത്. ആൻഡ് ഇഫ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദി കപ്പിൾഡ് ഇലക്ട്രോഡ് ഇസ് ലെസ് ദാൻ 0, എക്സാമ്പിൾ സിങ്ക്, മഗ്നീഷ്യം, ലിഥിയം, കപ്പിൾ ചെയ്യുന്ന ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0യ്ക്കും താഴെയാണെങ്കിൽ ഇറ്റ് ഈസ് ടേക്കൺ ആസ് 0യ്ക്കും താഴെയാണെങ്കിൽ, ബിക്കോസ് ഹൈഡ്രജൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. അപ്പം 0യ്ക്കും താഴെ വരുന്നത് നെഗറ്റീവ് വാല്യൂസ് വരുന്ന പൊട്ടൻഷ്യൽ വരുന്ന ഇലക്ട്രോഡുമായിട്ടാണ് നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോഡ് കപ്പിൾ ചെയ്യുന്നതെങ്കിൽ അത് റിഡക്ഷൻ റിയാക്ഷനാണ് SHE നടക്കുന്നത്. അതായത് ഇറ്റ് ആക്ട്സ് ആസ് കാഥോഡ്. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ കാഥോഡായിട്ടായിരിക്കും ഹൈഡ്രജൻ ആക്ട് ചെയ്യുന്നത്. 0യ്ക്ക് താഴെയുള്ള പൊട്ടൻഷ്യലുള്ള ഇലക്ട്രോഡുമായിട്ടാണ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കപ്പിൾ ചെയ്യുന്നതെങ്കിൽ reduction reaction will be taking place and it will act as a cathode. Example ആണ് റിഡക്ഷൻ റിയാക്ഷൻ ആണ് താഴെ കൊടുത്തേക്കുന്നത്. H++ ഇലക്ട്രോൺ ഗീവ്സ് half H2. അതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ റിയാക്ഷൻസ് ആണ്. റിഡക്ഷൻ റിയാക്ഷൻ, ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ കാഥോഡായിട്ട് ആക്ട് ചെയ്യുമ്പം അവിടെ ഹൈഡ്രജൻ ഇലക്ട്രോഡിൽ നടക്കുന്ന റിയാക്ഷനാണ് H++ ഈ ഇലക്ട്രോൺ ഗീവ്സ് half H2. And on the other hand, if the potential of the coupled electrode is greater than 0, example copper, silver, iron, അങ്ങനത്തുള്ള 0യ്ക്ക് മുകളിലുള്ള പൊട്ടൻഷ്യലുള്ള ഇലക്ട്രോഡുമായിട്ടാണ് കപ്പിൾ ചെയ്യുന്നതെങ്കിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഇറ്റ്സ് ആക്ട്സ് ആസ് ആൻ SHE will act as an anode. സോ അവിടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷനാണ്. ആ റിയാക്ഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഇസ് എ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് അതർ ഇലക്ട്രോഡ്സ്. ദ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂസ് obtained for standard reduction or electrode potential depends on whether the half cell acts as anode or cathode with respect to SHE. For example, standard electrode potential of zinc electrode is negative since electrode acts as anode with respect to SHE. That means ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് കപ്പിൾ ചെയ്യുന്ന ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, എബവ് 0 ആയിരിക്കും. ആനോഡായിട്ടാണ് SHE ആക്ട് ചെയ്യുന്നതെങ്കിൽ. ആൻഡ് ഇഫ് ദ SHE ഈസ് ആക്ടിങ് ആസ് എ കാഥോഡ്, നമുക്ക് കപ്പിൾ ചെയ്യുന്ന ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ബിലോ 0 ആയിരിക്കും. അതാണ് ലാസ്റ്റ് സെൻറ്റൻസ് മീൻ ചെയ്യുന്നത്. ആൻഡ് ലിമിറ്റേഷൻസ്, SHE കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ആൻഡ് 5 ലിമിറ്റേഷൻസ് ആർ ഡിസ്ക്രൈബ്ഡ് ഹിയർ. ആൻഡ് ഇറ്റ് ഈസ് എ വെരി ക്യൂബസം ടു സെറ്റപ്പ് SHE. കാരണം നമുക്കറിയാം 1 മോളാർ കോൺസെൻട്രേഷനുള്ള അസിഡിക് സൊല്യൂഷൻ, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള H2 ഗ്യാസ് at 298 Kelvin ആ ഒരു ടെമ്പറേച്ചർ, ആ ഒരു സെറ്റപ്പ് ചെയ്യാനായിട്ട്, ആ ഒരു ഇത് കൊണ്ടുവരാനായിട്ട് ഇറ്റ്സ് വെരി ക്യൂബസം. അടുത്ത ലിമിറ്റേഷനാണ് it requires considerable volume of solution. The third one is the hydrogen electrode will be poisoned by species like mercury, sulfur, etc. And reason എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം ആണ് ഇവിടെ നമ്മൾ ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. It's an inert electrode which gets poisoned by the species like mercury, etc. And അടുത്ത ലിമിറ്റേഷൻ ആണ് it cannot be used in solutions containing redox systems, because ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ 298 Kelvinൽ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ 1 മോളാർ കോൺസെൻട്രേഷൻ, പർട്ടിക്കുലർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ നടക്കുന്ന സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഇസ് യൂസ്ഡ് ഇൻ സച്ച് എ കണ്ടീഷൻ. ആൻഡ് ഈ റിഡോക്സ് സിസ്റ്റംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
ഇത് വയലേറ്റ് ചെയ്ത് അതിൽ വരുന്ന നമുക്ക് കിട്ടുന്നത് നമ്മൾ അൺനോൺ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് SH യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ വിൽ ബി ഇനാക്യുറേറ്റ്. And fifth one is difficult to maintain the pressure of H2 gas at 1 atmosphere and difficult to maintain the concentration of 1 molar HCl. മുമ്പത്തെ പറഞ്ഞു ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. And here we are going to wind up this video. So thank you for watching our video.